الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب يا رب يا الله يا غفور. തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞും ഇനി ദുഷ്ചെയ്തികളിലേക്കില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തും ഓരോ വിശ്വാസിയും സ്ഫുടമാനസനായിത്തീരുന്നു. ആത്മീയ നിർവൃതിയോടെയാണ് ഇവിടെ നിന്ന് ഓരോ വിശ്വാസിയും തിരിച്ചു പോകുന്നത്. ഇതിലെല്ലാവരും ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായതുകൊണ്ട് പറഞ്ഞതാണ്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കൊരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കൊരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളുണ്ട് ഔലിയാപ്പാവുക. പിറ്റേന്ന് അവന് പിറുപുറു 4 ദിവസം അവന്റെ അജ്മീർ പോവുക. 5ാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പുറുപുറു നിറഞ്ഞു വരിക. അതിന് അലിപ്പറിയോ വാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കെട്ടണ്ടടാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലിയില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഒരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്തി ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ഈ കൊണ്ടോട്ടി നേർച്ച നടത്തരുതെന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമ പ്രസംഗിച്ചത് എന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. നടത്തുന്നില്ല എപ്പോഴും. ഈ കൊണ്ടോട്ടിയിൽ നേർച്ചയിലെ പൂരാണ്, അതിൽ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമ പ്രസംഗിച്ച എന്റെ കണ്ണിൽ കാണുന്നു. 983 എന്റെ കണ്ണിൽ അന്ന് ഞാൻ കൊണ്ടോട്ടി ഓടുക. ഞാൻ കൊണ്ടോട്ടി കൂടങ്ങാട് ഓടുക. ആ കാലത്ത് ശംസുൽ ഉലമ ഇത് നിർത്തണം എന്ന് പ്രസംഗിച്ച എന്റെ ഓർമ്മ ഉണ്ട്. എങ്ങനെ, ആര് നിർത്തി, ആര് നിർത്തും, ആരാ നിർത്തുക, ആരാതിന്റെ പിന്നിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ? കച്ചവടക്കാർ. ഇങ്ങനെയുള്ള കുറെ നുണക്കറാമത്തുകൾക്ക് വഴിപ്പെട്ടു പോയ ആധുനിക മുസ്ലിമീങ്ങൾ. ഇത് വളരെ ചിന്തിക്കേണ്ടതാ. പട്ടാമ്പി നേർച്ചുണ്ട്. ആരാ? അഡ്വക്കേറ്റ് ഉദയഭാനുവായിരുന്നു കഴിഞ്ഞ കൊല്ലം ചെയർമാൻ. പേരെന്താ? നേർച്ച ഹറാമല്ലേ അവിടെ നടക്കുന്നു. പെണ്ണുമാണും ഇടകലർന്ന് ഏത് കാര്യത്തിന്റെ പേരില, എന്ത് കാര്യത്തിന്റെ പേരില ഇടകലരാൻ പറ്റുക? വളരെ മനുഷ്യൻ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മക്ബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. അത് ചിന്തിക്കണം. ഔലിയാക്കന്മാരെ മക്ബറ വിൽക്കുക. ഈ കൗമ്, ഈ നൗമ് നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്. ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. സുന്നി എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങളും മഹാന്മാരായ മഖ്ദൂം തങ്ങളും ആ മഖ്ബറയിലൊക്കെ മറപെട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ ഏത് സംസ്കാരമാണോ ഇവിടെ പഠിപ്പിച്ചത്, ഏത് രീതിയാണോ ആ രീതിയുടെ വക്താക്കളാണ് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. അതാണ് സുന്നത്തി ജമാഅത്ത്. അതാണ്